ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അമ്മയ്ക്ക് വയ്യാത്തൊരു ദിവസമാണ്. പെട്ടെന്നുണ്ട് അമ്മയ്ക്ക് രാവിലെ എണീറ്റപ്പോൾ പനിയൊന്നും ഇത്രയും കാലം ഞങ്ങളുടെയൊക്കെ പനി പിടിച്ചിട്ടും അമ്മയ്ക്ക് മാത്രം പനിയൊന്നും പിടിക്കാറില്ല കേട്ടോ. അപ്പോൾ അതാ എനിക്കാണ് ഇന്നത്തെ അടുക്കളപ്പണി ഗൈസ്. അമ്മ ചപ്പാത്തി പരത്തി തന്നു കേട്ടോ. ഞാൻ പരത്തി അങ്ങോട്ട് ശരിയാവില്ല, അപ്പം അമ്മ പരത്തി തന്നു. പിന്നെ കൂട്ടാനൊക്കെ ഞാൻ റെഡിയാക്കി. പിന്നെ ഇതാ കുറച്ച് നേരം അടുക്കളയിൽ എല്ലാം കൂടി ആകെ ഇതായിട്ടോ. ഈ വീഡിയോ കൊടുത്തത് ബേബിയാണ്. അന്ന് സ്കൂളില്ലാത്തൊരു ദിവസമല്ലേ, അപ്പോൾ അവൾ ഉണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേദുവിന് ചപ്പാത്തി കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ആ കൂട്ടാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം കേട്ടോ. അവനാണ് ഇവിടുത്തെ ടെസ്റ്റർ. അപ്പോൾ അതൊക്കെ കാണിക്കണേ. അപ്പോൾ അമ്മ ആയി പറയുന്നുണ്ട്. നല്ല പനിയായിരുന്നു കേട്ടോ അമ്മയ്ക്ക്. സമയം 8:10 ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ടോ. പിന്നെ ഇതാ ഞങ്ങളുടെ സിങ്ക് കിടക്കുന്ന കോലം നിങ്ങൾ നോക്കി നോക്കൂ. 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കും. കണ്ടോളൂ, ഇതാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. കുറേ കഷ്ടപ്പെട്ടു. അത്രയും പാത്രങ്ങൾ അവിടെ കഴുകാണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് അമ്മ മറ്റേത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം മോറാറുണ്ട്, പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ. എല്ലാം കൂടിയിട്ട് ഞാൻ വൃത്തിയാക്കി ഗൈസ്. ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ ചോദിച്ചാൽ അതെ, ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ഇതാ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മത്തി അവിച്ചിട്ട് വാങ്ങിയത്. അപ്പോൾ എന്താ അയിലച്ചമ്പാനാണ് കേട്ടോ ഇന്ന് കിട്ടിയത്. എനിക്ക് പേഴ്സണലി അയിലച്ചമ്പാനോടൊന്നും അത്ര ഇഷ്ടമില്ല കേട്ടോ. ഇവർക്ക് പിന്നെ ഒരു മീൻ ഉണ്ടായാൽ മതി കുട്ടികൾക്ക് ചോറുണ്ണാൻ, അങ്ങനെയൊക്കെ ഇതാവും. പിന്നെ തുണികൾ വാഷിംഗ് മെഷീനിൽ എടുത്തു. പുറത്തിടാൻ പറ്റില്ല, നല്ല മഴയാണ്. അപ്പോൾ ഞാൻ അകത്ത് തന്നെ ഇടും. പിന്നെ ഇതാ മീൻ അമ്മ പരട്ടി വെച്ചു കേട്ടോ. എങ്കിലും അമ്മ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കും ഒരു വയ്യായി കണ്ട് ഭയങ്കര തുമ്മലും കണ്ണിൽ ഒരു കുരു വന്നിട്ട്, അത് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കണം കേട്ടോ. ഭയങ്കര പെയിനാണേ. അപ്പം മീൻ കൂട്ടാനും മീൻ വറുത്തതൊക്കെ എന്നോട് വെച്ചോളാൻ പറഞ്ഞു അമ്മ. എന്നിട്ട് കറുകുപത്തൂർക്ക് പോയിട്ടോ മരുന്ന് വാങ്ങാൻ. അമ്മയ്ക്ക് തീരെ വയ്യ, ഡോക്ടറെ കാട്ടാൻ പറഞ്ഞത് കേൾക്കില്ല. അപ്പോൾ ചോറൊക്കെ അമ്മ അടുപ്പത്ത് വെച്ചിട്ട് പോയി. അടുപ്പ് കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇതാട്ടോ. എന്നോട് പറയും എത്ര ആയാലും അടുപ്പ് കത്തിക്കില്ല, അവൾ എപ്പോഴും ഗ്യാസിലാണ് പറഞ്ഞിട്ടോ. ഞാൻ ഈ അടുപ്പ് കത്തിച്ച് ശീലമില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ചോറിൻ്റെ ഇതൊക്കെ നോക്കി അമ്മ. എന്നിട്ട് മറ്റേ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ. അമ്മ വരുമ്പോഴേക്കും പണികളൊക്കെ ഞാൻ കഴിച്ചു, ചോറ് വറുത്ത് വെച്ചു ഒക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് നേരം അടുപ്പിൻ്റെ അവിടെ ഒക്കെ നല്ല ചുറ്റിക്കളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൂട്ടാനുള്ള കഷ്ണമൊക്കെ നുറുക്കി വെച്ചു. തക്കാളിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പച്ചമുളകും ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആദ്യം എന്താ ചെയ്ത് വെച്ചാൽ മീൻ അങ്ങോട്ട് വറുത്തു വെളിച്ചെണ്ണയിൽ. അപ്പോൾ പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് കൂട്ടാണ്ടാക്കാമല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ആ എണ്ണയിൽ തന്നെ വറുത്ത് കഴിഞ്ഞാൽ, ആ എണ്ണയിൽ തന്നെ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്വാദായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എന്നോട് അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞു. ഞാൻ കുറേ നേരം അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും നേരം ഇങ്ങനെ കത്തിക്കണമല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധപ്പെട്ടത്. ഇതെന്താ ഇപ്പോൾ ഇതിലൊരു ഉള്ളി കിടക്കണതെന്ന് നോക്കുമ്പോൾ നമ്മൾ കൂട്ടാനിക്ക് വെച്ച ഉള്ളിയാണ് കേട്ടോ, അതതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഫ്രൂട്ട്സ് പോകുന്ന വണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓറഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയത്. അവൻ എപ്പോഴും ഓറഞ്ച് വേണം പറയില്ല, പക്ഷേ ഓറഞ്ച് ഒന്നുമില്ല, ബാക്കി എല്ലാം ഉണ്ട്. പക്ഷേ ഫ്രൂട്ട്സിനൊക്കെ തീ പൊള്ളണ വിലയാണ് കേട്ടോ അങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ. നല്ല വില ഉണ്ട്. അപ്പോൾ ഞാൻ ആപ്പിളും പിന്നെന്താ തണ്ണിമത്തനും റംബൂട്ടാനും ഇവൾക്ക് ബേബിക്ക് വേണം പറഞ്ഞിട്ട് അതും കുറച്ച് വാങ്ങിയിട്ടോ. കുറച്ച് വാങ്ങിയപ്പോൾ തന്നെ 200 സംതിങ് ആയിട്ടോ. അതിനൊക്കെ നല്ല മഴയായതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു പുറത്തേക്ക് വരണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി. ഇവൾ ഈ എക്സ്പ്രഷൻ ഇട്ട് നോക്കണത് റംബൂട്ടാൻ വാങ്ങിയിട്ടുണ്ടോ എന്നിട്ട് ഈ എക്സ്പ്രഷൻ ഇട്ടിട്ട് നോക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് എൻ്റെ കുട്ടിയെ പറഞ്ഞേ. പക്ഷേ സത്യം പറഞ്ഞാൽ റംബൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരമുള്ള റംബൂട്ടാനായിരുന്നു. ചില റംബൂട്ടാൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത്ര ഇതുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇത് കാര്യം എന്ന് പറഞ്ഞാലും ആ പൈസയ്ക്ക് അത് വെർത്താണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേദുട്ടൻ അങ്ങനെ റംബൂട്ടാനൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ അവന് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷെ വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, കാരണം അതിൽ കുരുള്ള കാരണം അവനെ അത് കഴിക്കാനൊരു പേടിയുണ്ട് കേട്ടോ. പിന്നെ തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ തണ്ണിമത്തം മുറിച്ച് കൊടുക്കണം പഞ്ചസാര ഇട്ടിട്ട് എന്ന് പറഞ്ഞു കേട്ടോ. അവർ അതിൽ ആ തണ്ണിമത്തനും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ചില തണ്ണിമത്തന് മധുരമൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ അമ്മ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ ഗുളിക വാങ്ങാൻ പോയതാണ് കറുകപ്പത്തൂർക്ക്. അപ്പോൾ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ അത് നടന്നു. പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ എന്തോ പോലെ കേട്ടോ. പിന്നെ ഇവരുടെ ചോറുണ്ണലൊക്കെ കഴിഞ്ഞു, വേദുവിൻ്റെ കഴിഞ്ഞു, അമ്മ അവിടെ ഉണ്ണുണ്ട്, ബേബി അത് അവിടെ ഉണ്ട്. മീൻ കൂട്ടാനും മീൻ വറുത്തതൊക്കെ സൂപ്പറായി എന്നാണ് കേട്ടോ പറഞ്ഞത്. അത് അങ്ങനെയാണല്ലോ, ഞാനല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ അറിയില്ല ഗൈസ്, ഒരു രാത്രി ഉറങ്ങി എണീറ്റപ്പോഴേക്കും എൻ്റെ കണ്ണിൽ കണ്ടതോ ഭയങ്കര വലിയൊരു കുരുവും കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടുക, നല്ല പെയിനും ഉണ്ട് കേട്ടോ. മാറിയാൽ മതിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാനൊരു ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടോ. അത്രയും ക്ഷീണമായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അവർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുത്തു. അമ്മയ്ക്ക് ചൂട് ചായ കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി അത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ എന്താ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി അവർ ചായയും ബിസ്ക്കറ്റൊക്കെ കൂടി കഴിച്ചു. പിന്നെ ബേബിക്ക് ഒരു റെസിറ്റേഷന് സെലക്ട് ആയിട്ട് കേട്ടോ സ്കൂളിൽ, ഇംഗ്ലീഷ് റെസിറ്റേഷന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഠിക്കലാണേ. പിന്നെ അങ്ങനെ അവർ കളിക്കുക, അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം.